ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രത്തിന് ബുധൻ്റെ സ്വാധീനമാണ്. മൈൻഡ് പവർ, സ്ട്രാറ്റജി, ഇൻഡ്യൂഷൻ ഇതൊക്കെ പ്രധാന ശക്തിയാണ്. നിങ്ങൾക്ക് പൊതുവെ ആളുകളെ വേഗത്തിൽ വായിക്കാൻ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ കഴിയും. ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ട എന്നൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. കാരണം നിങ്ങൾക്ക് ഒബ്സർവേഷൻ സ്കില്ല് നന്നായിട്ട് തന്നെ ഉണ്ട്. ഭയങ്കര സീക്രട്ടീവ് നേച്ചറാണ്. സ്വന്തം കാര്യങ്ങൾ ആരുടെ അടുത്തും അങ്ങനെ പറയാറില്ല. സ്ത്രീകളാണെങ്കിൽ പറഞ്ഞും കൊണ്ടേയിരിക്കും. ഇന്നർ ലൈഫ് വളരെ പ്രൈവറ്റ് ആയിരിക്കും. ഭയങ്കര സ്ട്രാറ്റജിക്കായിട്ട് തിങ്ക് ചെയ്യണവനാണ്. എന്ത് ചെയ്യുമ്പോഴും ഭയങ്കര കാൽക്കുലേഷൻ കൂടുതലാണ്. അതുകൊണ്ട് ഓവർ തിങ്കിങ്ങും നന്നായിട്ടുണ്ടാവാറുണ്ട്. ഇമോഷണൽ ഡിസിഷൻ കുറവായതും കൊണ്ട് നിങ്ങൾ ലോജിക്കോടെ ചിന്തിക്കണം കൊണ്ട് മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് വില്ലനെ പോലെ ആയിരിക്കും. അറ്റാച്ച്മെൻറ്റ് നല്ല ഡീപ്പാണ്. ഒരാളെ വിശ്വസിച്ചാൽ വളരെ അറ്റാച്ച് ആവും. പക്ഷേ ഹേർട്ടായാൽ കംപ്ലീറ്റ്ലി കട്ട് ചെയ്യും. മൂഡ് വേരിയേഷൻ നന്നായിട്ട് തന്നെ ഉണ്ട്. ചിലപ്പോൾ വളരെ സോഷ്യലായിരിക്കും, എല്ലാവരായിട്ടും നല്ല കളിച്ച് ചിരിച്ചൊക്കെ ഇരിക്കും. ചിലപ്പോൾ കംപ്ലീറ്റ്ലി സൈലൻ്റ് ആയിരിക്കും, ആരുടെ അടുത്തും നിങ്ങൾ മിണ്ടിയെന്ന് വരില്ല. ജലസിയും പൊസസീവ്നെസ്സൊക്കെ നല്ല കൂടുതലാണ്. റിലേഷൻഷിപ്പിൽ എപ്പോഴും ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവാറുണ്ട്. ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ പാറ്റേൺ എപ്പോഴും ഉണ്ടാവും. പെട്ടെന്ന് ചേഞ്ചസ് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ ഡൗൺ ആയാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉയരാൻ കഴിയും. പക്ഷേ ഉയരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ വർക്ക് പ്ലേസിൽ ഭയങ്കര പൊളിറ്റിക്സ് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടെൻഷനും ഉണ്ടായിട്ടുണ്ടാവാം. ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടാവും, അതിൽ നിന്ന് ഒരു ഡിസപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും. വിചാരിക്കാണ്ട് ഫിനാൻഷ്യൽ എക്സ്പെൻസ് നന്നായിട്ട് തന്നെ ഉണ്ടായി. കാരണം നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ടാവും. റിലേഷൻഷിപ്പിലും ട്രസ്റ്റ് ഇഷ്യൂ വന്നു. കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഡിസ്റ്റൻസും ഫീൽ ചെയ്തിട്ടുണ്ടാവും. തിങ്കിങ്, ആൻസൈറ്റി, സൈലൻ്റ് ആയിട്ടുള്ള സ്ട്രെസ്സൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം. പക്ഷെ മാർച്ചിൽ അങ്ങനെയല്ല. കരിയർപരമായിട്ട് ആദ്യത്തെ 2 ആഴ്ച ഫെബ്രുവരിയിൽ എങ്ങനെയായിരുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. വർക്ക് പ്ലേസിലെ പൊളിറ്റിക്സ് ശ്രദ്ധിക്കണം. പാര വെക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളുടെ നാക്കിനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. എടുത്തു ചാടിയിട്ട് ഒന്നും പറയാതെ ഇരിക്കുക. മാർച്ച് 2nd വീക്കിന് ശേഷം പുതിയ ഓപ്പർച്യൂണിറ്റി ചാൻസ് ഉണ്ടാവും. ഹിഡൻ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും. റെക്കഗ്നീഷൻ എന്തായാലും മെല്ലെ വരികയുള്ളൂ. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ മാർച്ച് 18 ശേഷം മാത്രം എടുക്കുക. ബിസിനസ്സുകാരാണെങ്കിൽ പുതിയ ഡീല് വരും, പക്ഷെ മെല്ലെ വരികയുള്ളൂ. അതിൻ്റെ ഒരു സൂചനയൊക്കെ തന്നെ മാർച്ചിൽ കാണാൻ കഴിയുകയുള്ളൂ. പാർട്ട്ണർഷിപ്പ് ബിസിനസ് പാർട്ട്ണർ കേൾക്കണത് എന്തായാലും മാർച്ചിൽ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മാർച്ച് ലാസ്റ്റ് വീക്കിലാണ് ഒരു പോസിറ്റീവ് സൈനൊക്കെ നിങ്ങൾക്ക് കാണുന്നത്. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് നല്ല എക്സ്പെൻസ് കൂടുതൽ തന്നെയാണ്. മാർച്ച് 20 ശേഷം സ്റ്റേബിൾ കൂടുതലായിരിക്കും. വെറുതെ പർച്ചേസ് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പെൻഡിങ് മണി കിട്ടാൻ സാധ്യത നന്നായിട്ടുണ്ട്. ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാർച്ച് അവസാനം മാത്രം ചെയ്യുക. റിലേഷൻഷിപ്പിൽ ഡൗട്ട് എന്തായാലും ഉണ്ടാവും. പാർട്ട്ണർ ചതിക്കുന്നുണ്ടോ എന്നുള്ള തോന്നൽ വരും. ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടാവും. സെക്കൻഡ് ഹാഫിൽ ക്ലാരിറ്റി എന്തായാലും വരും. റിലേഷൻഷിപ്പിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. മാരീഡ് ലൈഫ് കുറച്ച് കാമായിരിക്കും, സമാധാനം കിട്ടും. സിംഗിൾസിന് ഒരു സീക്രട്ട് ലവ് ഉണ്ടാവും. പ്രൈവറ്റ് റിലേഷൻഷിപ്പ് ഒരു സ്റ്റാർട്ട് ആവാൻ സാധ്യത നന്നായിട്ട് തന്നെ ഉണ്ട്. കുടുംബപരമായിട്ട് നോക്കുകയാണെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അത് മാർച്ച് ആദ്യ വാരത്തേ ഉള്ളൂ. പിന്നെ അത് പോകെ റെഡി ആയിക്കോളും. ആരോഗ്യം നോക്കുകയാണെങ്കിൽ സ്ട്രെസ്സും ആങ്സൈറ്റിയും എന്തായാലും വരും. ദഹനക്കേടിൻ്റെ പ്രശ്നമുണ്ട്. ഡൈജഷൻ പ്രോബ്ലം നന്നായിട്ടുണ്ട്, അതായത് ദഹനക്കേട്. അസിഡിറ്റി ഇഷ്യൂസും കാണുന്നുണ്ട്. സ്ലീപ്പ് പാറ്റേൺ എന്തായാലും ശ്രദ്ധിക്കണം. രാത്രി മധുരവും മൈദയും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. മാർച്ച് അവസാനത്തെ 10 ദിവസം നല്ലൊരു ലക്കി ടൈം തന്നെയാണ്.